അല്ലെങ്കിൽ തന്നെ പാരീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ബുക്കിൽ സീല് പതിപ്പിച്ചു തരും. പാസ്പോർട്ട് എന്നാ എന്റെ പേര്. പണ്ടെന്നോ എടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ലെന്നോ മറ്റോ കല്യാണത്തിന് മുമ്പ് പറയുന്നത് കേട്ടു. അതൊന്നും ഇല്ലാതെ എങ്ങനെ ശ്രീലക്ഷ്മി പോവാനാണ്? റേഷൻ കാർഡും കൊണ്ടാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഇപ്പോ ഉടനെ കിട്ടുമല്ലോ. പാസ്പോർട്ട് എടുക്കാൻ ഇപ്പോ വലിയ പാടൊന്നുമില്ല. എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നേ? പാസ്പോർട്ട് ഉള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ ഈ ഓഫീസില്. എന്താ രേഖ? രേഖ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? രഘു ഇല്ലാതെ ഞാൻ പോകുന്നില്ല. പാരീസിൽ നടക്കുന്ന ഈ മീറ്റിംഗില് ബ്രദർ ഇൻ ലോയോടൊപ്പം സാന്ദ്ര പോകണമെന്നാ എന്റെ അഭിപ്രായം. പല മീറ്റിംഗിനും ബ്രദർ ഇൻ ലോയും സാന്ദ്രയും പല രാജ്യങ്ങളിലും പോയിട്ടുള്ളതല്ലേ. പിന്നെന്താ ഇപ്പൊ ഒരു പുതുമ? രേഖ, ചേട്ടായോടൊപ്പം ഏട്ടത്തിയമ്മ പോട്ടെ. അവര് കുറച്ചു ദിവസം എൻജോയ് ചെയ്തിട്ട് വരട്ടെ. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. എന്തായാലും സാറ് പോകണം. അതിനൊപ്പം ശ്രീലക്ഷ്മി മാഡം പോട്ടെ. ഇതൊരു ഒഫീഷ്യൽ ടൂറാണ്, അല്ലാതെ എൻജോയ് ചെയ്യാനുള്ളതല്ല. ഒഫീഷ്യൽ ടൂർ ആയതുകൊണ്ട് തന്നെ അതിനിവിടെ യോഗ്യതയുള്ളയാൾ സാന്ദ്ര തന്നെയാണ്. പേഴ്സണലി എന്റെ അഭിപ്രായം സാന്ദ്ര മാഡം പോണമെന്ന് തന്നെയാണ്. അതാവുമ്പോ സാറിന് വലിയൊരു സഹായമാവും. ശ്രീലക്ഷ്മി മാഡത്തിന്റെ പരിചയക്കുറവ് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇൻ മൈ ഒപ്പീനിയൻ it would be better if Sandra madam accompanied Ravi sir to this conference. അതെ അതെ, സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കണ്ടോ കണ്ടോ, മിക്കവരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് തന്നെയാ. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞ് ഒരു തീരുമാനം എടുക്കാനല്ലേ ഈ കോൺഫറൻസ് വെച്ചത് തന്നെ. അല്ല രേഖ, അവർ ഒരുമിച്ച് പോകുന്നതല്ലേ അതിന്റെ ഒരു ശരി. ബ്രദറിലോ വെറുതെ പോവുമായിരുന്നെങ്കിൽ രഘു പറഞ്ഞതായിരുന്നു ശരി. ആണോ? ഇതിപ്പോ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ശരി. ബ്രദറിലോ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു കുടുംബം വേറെ ഓഫീസ് വേറെ എന്ന്. അല്ലേ ബ്രദറിലോ? അപ്പൊ ഇനി ഇതിലൊരു സംസാരമില്ല. ഇനി ഫൈനൽ ഡിസിഷൻ ബ്രദറിലോയുടെയാ. എല്ലാവരുടെ അഭിപ്രായം എന്താണോ അതാണ് എന്റെ അഭിപ്രായം. അപ്പൊ തീരുമാനം ഞാൻ പറയാം. ഈ വർഷത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ബിസിനസ് മീറ്റിംഗിൽ വർമൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പോകുന്നത് ബ്രദർ ഇൻ ലോയോടൊപ്പം നമ്മുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റും എന്റെ അസിസ്റ്റന്റും കൂടിയായ സാന്ദ്രയാണ്. അത് വേണ്ട സർ, അത് വേണ്ട. ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. സാറ് പോണ്ട, ആരോടൊപ്പം സാറ് പോണ്ട, പ്ലീസ്.
നാക്കിനെല്ലില്ലാതെ അവൾ എന്തെങ്കിലും പറഞ്ഞതിന് ഏട്ടത്തി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. റേയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് വയ്ക്കുകയാണ്. സോറി ഏട്ടത്തി. മാഡം, എന്തുകൊണ്ടാണ് മാഡം ഈ രീതിയിൽ ഇപ്പൊ പ്രതികരിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെങ്കിൽ പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അതല്ല എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സോറി മാഡം. രവി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ശരി. രവി, എന്തൊരു എനക്ക് എന്താ മുഖം വല്ലാതിരിക്കുന്നത്? നീയും സാൻഡ്രയും ശ്രീലക്ഷ്മിയെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യാതിരുന്നത് ശ്രീലക്ഷ്മിക്ക് നിങ്ങൾ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ഈ ദിവസങ്ങളിൽ നടന്ന ഇൻസിഡൻസ് ഓർക്കുമ്പോൾ എൻ്റെ വിശ്വാസം തെറ്റായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തോന്നൽ എൻ്റെ മനസ്സിനെ തകർത്ത് കളയുന്നു രാജാറാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ സംശയിച്ചതുപോലല്ല കാര്യങ്ങൾ കൈവിട്ടു പോകുക ഓരോ നിമിഷവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. പക്ഷേ ഈ സിറ്റുവേഷൻ വളരെ സൂക്ഷിച്ചു വേണം ഹാൻഡിൽ ചെയ്യാൻ. ശ്രീലക്ഷ്മിയുടെ മാനസികമായ പ്രശ്നങ്ങൾ നീ അറിഞ്ഞു എന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായാൽ അത് ശ്രീലക്ഷ്മി എങ്ങനെ ഉൾക്കൊള്ളുന്നു ഓർക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്. എവിടെയെങ്കിലും ഒരു ചൂട് മാറിപ്പോയാൽ നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൈവിട്ടു പോകും. നമുക്ക് ഡോക്ടർ ദേവിക റാണി ഒന്ന് കൺസൾട്ട് ചെയ്താലോ? വീട്ടിൽ വന്ന് നോക്കാൻ പറയാം. അറിയാവുന്ന ആളാണല്ലോ. എന്തിന്? ഒരിക്കൽ നീ അവരുമായി സംസാരിച്ചതല്ലേ? ദേവിക റാണിയെ അല്ല നമുക്കിപ്പോ കാണേണ്ടത്, നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണണം. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് വേറെ ആരും അറിയരുത്. അതിനെ നമുക്ക് കുറച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും നോക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറം ശ്രീലക്ഷ്മിയുടെ മനസ്സ് വിഷമിപ്പിക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ. കഴിവതും ഒരു ഹോസ്പിറ്റലിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ശ്രീലക്ഷ്മിക്ക് ഒരിക്കലും തോന്നരുത്. ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. മേ ബി അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും ബെസ്റ്റ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് തന്നെ ശ്രീലക്ഷ്മിയെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോവാം. നീ വിഷമിക്കേണ്ട, ഞാൻ അന്വേഷിക്കട്ടെ. ഐ വിൽ ട്രൈ ടു ഫൈൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ യു. രാജാറാം, ഒരു നല്ല തീരുമാനം എടുക്കാൻ വേണ്ടിയാ നിന്നെ ഞാൻ വിളിപ്പിച്ചത്. നീ പറഞ്ഞ സജഷൻ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്താ രവി? അത് ഇനി ഒരുപാട് വൈകിക്കൂടെ രാജാറാം. താമസിക്കാതെ ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ഉടനെ തന്നെ. താമസിക്കുന്ന ഓരോ നിമിഷവും ശ്രീലക്ഷ്മിക്ക് കൂടുതൽ ആപത്താണ്. മാത്രമല്ല എന്റെ ശ്രീലക്ഷ്മി എനിക്ക് നഷ്ടമാകുമെന്നുള്ള ഭയം എന്നെ വല്ലാതെ തളർത്തിക്കളയാണ്. ഒരു മനോരോഗിയായ ശ്രീലക്ഷ്മിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. സോ നീ പറഞ്ഞതുപോലെ നല്ലൊരു ഡോക്ടറെ തന്നെ നമുക്ക് കൺസൾട്ട് ചെയ്യണം. അതിന്നെങ്കിലും ഇന്ന് പ്ലീസ്.
ചായ. താങ്ക്സ്. ആ നജീബ്, ആ സർ. ആ ശ്രീലക്ഷ്മി ഒരു ക്യാബിൻ വരെ ഒന്ന് വരാൻ പറയൂ. ശ്രീലക്ഷ്മി ക്യാബിനിൽ നിന്ന് പുറത്തു പോകുന്നവരെ ആരും അകത്തുവിടരുത്. ശരി സർ. സാറിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സാറിനെ വേദനിപ്പിച്ചുകൊണ്ടു. ഞാനിപ്പോ സാറിന്റെ കണ്ണിലെ കരടായി മാറി. സാറിന് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. കാര്യങ്ങൾ പറയാനും ചെയ്യേണ്ടതും അതാത് സമയങ്ങളിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനിയെല്ലാം സാറിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്നത് നല്ലത്. മാഡം, മാഡത്തോട് രവി സാറ് ക്യാബിനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. സാറിനെ വിളിച്ചു എന്ന് പറഞ്ഞു. സാർ ഇരിക്കണോ? ഐ എം സോറി ശ്രീലക്ഷ്മി. സാറെന്തിനാ എന്നോട് ക്ഷമ പറയുന്നത്? സാറല്ല, ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്. ഒരു തവണയല്ല, അനേകം തവണ. വ്യക്തിപരമായോ കുടുംബപരമായോ സാറുമായി ഒരു തരത്തിലും ചേർത്ത് നിർത്താൻ പറ്റാത്ത എന്നെ രവി സ്നേഹിച്ചു, വിശ്വസിച്ചു. അതിന് ഞാൻ രവിക്ക് പകരം തന്നത് വിഷമങ്ങളും മനസ്സമാധാനക്കേടുകളും മാത്രം. എന്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളാനാവാതെ എന്നെ പഴയതുപോലെ ആക്കാനായി എന്നിൽ നിന്നും രവി കുറച്ച് അകന്നു നിൽക്കാൻ മനഃപൂർവ്വം തീരുമാനിച്ചതാണെന്ന് എനിക്കറിയാം. രവി എന്നല്ല, ആരായാലും അങ്ങനെയൊക്കെ ചെയ്യൂ. വീട്ടുകാരുടെ മുന്നിൽ, ഓഫീസിൽ, എന്തിന് കുറച്ചു മുന്നേ കോൺഫറൻസ് ഹാളിൽ പോലും ഞാൻ കാരണം രവിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുതെന്ന് എന്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്ന് എനിക്കിപ്പോ ഒരു സംശയം. രവിയുടെ മനസ്സിൽ എന്നും എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ ചില ഇഷ്ടക്കേടുകൾ ഉണ്ടായെങ്കിലും രവിയുടെ സ്നേഹത്തിന് ഒരു തരി പോലും കുറവുണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം. പലപ്പോഴും ദേഷ്യപ്പെട്ടെങ്കിലും ഒരു ദിവസത്തിനപ്പുറം നമുക്ക് പിണങ്ങിയിരിക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ് നമുക്കിടയിൽ ഉള്ളതുകൊണ്ടാവാം രവി ദേഷ്യപ്പെട്ട് പറഞ്ഞതൊന്നും ഞാൻ അന്ന് കാര്യമാക്കാതിരുന്നത്. എല്ലാത്തിനും ഒരവസാനം ഉണ്ടല്ലോ. അങ്ങനെ ഒരു അവസാനത്തിന് വേണ്ടിയാ രവി എന്നെ ഇപ്പൊ വിളിപ്പിച്ചതെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയാം രവി എന്നെ ഒരുപാട് സഹിച്ചു. കഴുത്തിലൊരു താലി കെട്ടിപ്പോയതുകൊണ്ട് മാത്രം രവി പലയിടത്തും പരിഹാസനായി. അതൊന്നും സാരമില്ല ശ്രീലക്ഷ്മി. ഞാൻ തന്നോട് കാര്യം ചോദിക്കട്ടെ. തനിക്കെന്നെ വിശ്വാസമില്ലേ? രവി, അതെന്താ രവി അങ്ങനെ ചോദിച്ചത്? ഈ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് രവിയാണ്. അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? രവിക്കെന്താ ഇപ്പോ അങ്ങനെ ഒരു സംശയം? ശ്രീലക്ഷ്മി, ഞാൻ ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മിയുടെ നല്ലതിനു വേണ്ടി ഞാൻ എന്ത് തീരുമാനം എടുത്താലും അത് ശ്രീലക്ഷ്മി അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളതാണ്. ശരിക്കും ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത് തന്നെ തെറ്റാ. രവി എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നത് എന്റെ കടമ കൂടിയാ. പക്ഷെ രവിക്കിപ്പോ സംശയ രവി പറഞ്ഞാൽ ഞാൻ അനുസരിക്കോ ഇല്ലയോ എന്ന്. അതാണ് രവി ആ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ പ്രേരിപ്പിച്ചതും. ശ്രീലക്ഷ്മി,
ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചോദിച്ചത്. രവി താലി ചാർത്തിയ രവിയുടെ ഭാര്യയാണ് ഞാനിപ്പോ. രവി എടുക്കുന്ന ഏത് തീരുമാനമായാലും അത് സന്തോഷമാണോ സങ്കടമാണോ തരുന്നതെന്ന് ചിന്തിക്കാതെ ഞാൻ സമ്മതിക്കും. അതിന് രവിക്ക് ഒരു സംശയം വേണ്ട. ഞാൻ രവിക്ക് വേണ്ടി രവിയുടെ പ്രണയത്തിനായി 2ാം ജന്മം എടുത്തവളാ. രവിയോടൊപ്പം ജീവിച്ചും യാത്രകൾ ചെയ്തും സ്നേഹിച്ചും കൊതി തീരാത്തതുകൊണ്ട് മാത്രം വീണ്ടും ജനിച്ചവൾ. അങ്ങനെയുള്ള ഈ ശ്രീലക്ഷ്മി രവി എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനെ അനുസരിക്കാതിരിക്കുന്ന തോന്നുന്നുണ്ടോ? എനിക്കറിയാം ശ്രീലക്ഷ്മി, താൻ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഭാര്യ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നെ ഇത്രമാത്രം മനസ്സിലാക്കിയ അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശ്രീലക്ഷ്മി. അപ്പോ രാജനന്ദിനിയോ? രവി ഞെട്ടി നോക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. രവി എന്നെ മാത്രം സ്നേഹിച്ചാ മതി. വീണ്ടും സാറിന്റെ പ്രണയം എനിക്ക് അനുഭവിക്കാനാവുന്നത് എനിക്ക് ലഭിച്ച വരദാനമാണ്. അത് നീ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. വേറെ ആരെയും വെച്ച് തന്നെ താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയും തന്റെ പ്രണയവും ഇല്ലെങ്കിൽ പിന്നെ രവിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ സർ. അപ്രതീക്ഷിതമായി ഉണ്ടായ ചില ഇൻസിഡന്റുകൾ നമുക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി. അമ്മ ഈ കാരണങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ വിഷമത്തിലാണ്. അമ്മ മാത്രമല്ല, എന്നെയും തന്നെയും അറിയാവുന്ന പലരും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകാനും നമ്മുടെ ഇടയിൽ ഇനി ഇതുപോലെ ചില ചെറിയ അകൽച്ച പോലും ഉണ്ടാകാതിരിക്കാനും ഞാനൊരു തീരുമാനമെടുത്തു. ഞാനും അങ്ങനെ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് സാർ ആലോചിക്കുന്നത്. നമുക്കിടയിൽ ഒരു അകൽച്ചയും വരാതിരിക്കാനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ ജീവിതം തുടരാനുള്ള ശ്രമമാണ് ഞാനും നടത്തിയത്. സാർ എടുത്ത തീരുമാനം അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. സാറിന്റെ തീരുമാനം എന്തായാലും അത് ഞാൻ അനുസരിക്കും. ഒരു മറു ചോദ്യം പോലും ചോദിക്കാതെ തന്നെ. ഭയങ്കര ഇതൊരു ഹോസ്പിറ്റലല്ലേ? നമ്മളെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? ശ്രീലക്ഷ്മി, താൻ എനിക്ക് വാക്ക് തന്നത്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തനിക്ക് എന്റെ കൂടെ അകത്തേക്ക് വരാം. ചേട്ടാ, ക്യാഷ് ഒന്ന് എണ്ണി നോക്കിയോളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ, എനിക്ക് സാറിന് വിശ്വാസം. ക്യാഷൊക്കെ എണ്ണി നോക്കിയിട്ട് വേണം വാങ്ങാൻ. അതിപ്പോ എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും ശരി. ശരി. ആ ചേട്ടാ, ഉടനെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു ക്ലിനിക്ക് LIC ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. സുദർശനൻ ചേട്ടൻ തന്നെ അവിടെ ചായയും സ്നാക്സും സപ്ലൈ ചെയ്യണം. ഞാൻ മാനേജറോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. ശരി ചേട്ടാ. സന്തോഷം. ശരി.